നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് പാർട്ടിയുടെ നടപടികൾ സമാനതകളില്ലാത്തതെന്ന് രമേശ് ചെന്നിത്തല. CPM-ൽ സമാനമായ ആരോപണങ്ങൾ നേരിട്ടവർക്ക് ലഭിച്ചത് പ്രമോഷൻ. രാഹുലിനെതിരായ കേസ് കോടതി പരിഗണനയിലാണെന്നും ഉചിതമായ തീരുമാനം കോൺഗ്രസ് സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. പരാതി വരുന്നതിന് മുമ്പ് പാർട്ടി നിലപാടെടുത്തു. തീവ്രത അളക്കാൻ കാത്തിരുന്നില്ല. കോൺഗ്രസിന്റെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്നും തന്റെ അടുപ്പക്കുറവും തീരുമാനത്തെ ബാധിക്കില്ലെന്നും ഷാഫി പറമ്പിൽ. BJPയുടെ വിജയം നാടിന്റെ ആവശ്യമെന്ന് സംസ്ഥാന വക്താവ് ശങ്കുട്ടി ദാസ്. പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് സമഗ്രമായ വികസന കാഴ്ചപ്പാട്. ചെറുമ്പാലയിൽ BJP മണ്ണൂർ പഞ്ചായത്ത് കൺവെൻഷൻ. കരുത്ത് തെളിയിച്ച പാലക്കാട് നഗരസഭാ പരിധിയിൽ UDF റോഡ് ഷോ. നഗരപരിധിയിലെ 53 വാർഡുകളെയും ബന്ധിപ്പിച്ച് DJ അകമ്പടിയോടെ റോഡ് ഷോ ആരംഭിച്ചത് ജൈനിമേട്ടിൽ നിന്ന്. നഗരഭരണം കയ്യെത്തും ദൂരത്തെന്ന് ഷാഫി പറമ്പിൽ MP. കെട്ടുകണക്കിന് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ. കോഴിക്കോട് ജില്ലയിലെ വിവിധ സെന്ററുകളിൽ നടന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പുതുക്കാട് പാഴായി റോഡിലെ അരമന പാലത്തിനു സമീപം. ബാക്കി വന്ന ചോദ്യപേപ്പറുകൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിൽ നിന്ന് വീണു പോയതാകുമെന്ന നിഗമനം. ഭിന്നശേഷി ദിനാചരണം. PRC-കളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. ഷൊർണൂരിൽ ആഘോഷമായി നില ബോട്ട് ക്ലബിൽ ഒരുക്കിയ കുടുംബസംഗമം. പാലക്കാട്ടെ SSIയുടെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ. എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുമ്പോഴാണ് സമൂഹം പുരോഗമനപരമാകുന്നതെന്ന് സിനി ആർട്ടിസ്റ്റ് ചാന്ദിനി. ചേലക്കര കിള്ളിമംഗലം ഉതുപ്പടിയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച നിരവധി യാത്രക്കാർക്ക് പരിക്ക്. അപകടം ബുധനാഴ്ച രാവിലെ. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. ആലത്തൂരിൽ കലയുടെ തെളിമഴ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തുടരുന്നു. ഗുരുകുലത്തിന്റെ ചിറകേറി ആലത്തൂർ ഉപജില്ലയുടെ മുന്നേറ്റം. കലോത്സവം ഒരു നാൾ കൂടി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് പാർട്ടിയുടെ നടപടികൾ സമാനതകളില്ലാത്തതെന്ന് രമേശ് ചെന്നിത്തല. കേസ് കോടതിയിൽ നിൽക്കുകയാണെന്നും വിധി വരുന്നത് വരെ പാർട്ടി കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും ചെന്നിത്തല കുത്തന്നൂരിൽ പറഞ്ഞു. തെറ്റ് ചെയ്തവരെ കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കോടതി വിധി വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൂടുതൽ നടപടിയെടുക്കും. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് പാർട്ടിയുടെ നടപടികൾ സമാനതകൾ ഇല്ലാത്തതാണ്. കേസ് കോടതിയിൽ നിൽക്കുകയാണെന്നും ഉചിതമായ തീരുമാനം കോൺഗ്രസ് സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വിഷയമല്ല. CPM നേതാക്കന്മാരോട് ചോദിക്കാറില്ലല്ലോ. സമാന സ്വഭാവമുള്ള ആളുകളുടെ പേരിൽ നടപടി എടുക്കാതെ ഞങ്ങളെ കുറ്റപ്പെടുത്താത്ത എന്ത് കാര്യമാണ്? ഈ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും വേണ്ടി വന്നാലും ശക്തമായ നടപടി സ്വീകരിക്കും. CPM-നകത്തും ഇത്തരം ആരോപണങ്ങൾ നേരിട്ടവരുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കാൻ CPM തയ്യാറായില്ല. നടപടിയെടുക്കുന്നതിനു പകരം പ്രമോഷൻ നൽകുകയാണ് ചെയ്തതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സമാന സ്വഭാവത്തിലുള്ള സാഹചര്യങ്ങൾ, കേസുകൾ CPM-ൽ വന്നപ്പോഴൊക്കെ CPM ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ വിലയിരുത്തുന്നു. അതേസമയം രാഹുലിന്റെ വ്യക്തിപരമായ വിഷയങ്ങളിൽ പോലും പാർട്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. കോടതിയുടെ വിധി വരുന്നത് പ്രകാരം പാർട്ടി കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യണമെന്ന് രമേശ് ചെന്നിത്തല. കൊള്ളക്കാർക്കെതിരെ CPM നടപടി എടുക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ചെന്നിത്തല തൃശ്ശൂരിൽ പറഞ്ഞു. ആത്യന്തികമായി ED ഇത്തരം കേസുകളിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. അപ്പം അങ്ങനെ ചില കേസുകളിൽ
രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകളിൽ ED പിന്നീടും നിശബ്ദത പാലിക്കുകയാണ്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ED രാഷ്ട്രീയ കളിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ കയ്യിലെ ഒരു കളിപ്പാവയായി മാറുന്നു എന്ന് നമ്മൾ പറയാൻ കാര്യം അതാണ്. ഇപ്പം ED അന്വേഷിക്കുന്ന എത്രയോ കേസുകൾ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട്, എത്രയോ നടക്കുന്നുണ്ട്. അത് ED സാമ്പത്തിക കുറ്റവാളികൾക്കെതിരായിട്ടുള്ള എത്രയോ കേസ് നടക്കുന്നുണ്ട്. സോ നമുക്കെന്താ ഒരു കേസ് ബൈ കേസ് പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. പരാതി വരുന്നതിന് മുൻപേ പാർട്ടി നിലപാടെടുത്തു. പാർട്ടിയുടെ തീരുമാനമാണ് തൻ്റെയും തീരുമാനമെന്നും കൂടുതൽ നടപടിയുടെ കാര്യം പാർട്ടി പ്രസിഡന്റ് പറയുമെന്നും ഷാഫി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്റെ അടുപ്പവും അടുപ്പക്കുറവും കോൺഗ്രസിന്റെ തീരുമാനത്തെ ബാധിക്കില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇപ്പോൾ രാഹുൽ നേരിടുന്ന കാര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും പാർട്ടി ചെയ്യും. പാർട്ടി കമ്മിറ്റി വെച്ച് തീവ്രത അളന്നിട്ടില്ലെന്നും ഷാഫി പറഞ്ഞു. ശബരിമല അഴിമതിയിൽ CPM നടപടിയെടുത്തില്ല. എന്നാൽ കോൺഗ്രസിന്റെ നടപടി മാതൃകാപരമാണ്. മുഖ്യമന്ത്രിയോട് അവസാനമായി ചോദ്യം ചോദിച്ചത് എന്നാണെന്നും ഷാഫി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാകാൻ വരെ കൂടെ നിന്നയാളാണ് താൻ. അതൊന്നും ഈ സംഭവത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ഷാഫിയുടെ ചോദ്യം. പാർട്ടിയുടെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്നും കൂടുതൽ നടപടിയുടെ കാര്യം പാർട്ടി പ്രസിഡന്റ് വ്യക്തമാക്കുമെന്നും ഷാഫി മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ എന്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്റെയും കൂടിയാണല്ലോ. ഞങ്ങളെല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണല്ലോ. അപ്പോൾ പാർട്ടിയിൽ പിന്നെ ഇപ്പോൾ എടുത്തുള്ള നടപടികളൊക്കെ APCC പ്രസിഡന്റ് ബാക്കി എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിന്നതും പാർട്ടി എടുത്ത തീരുമാനം, ആ പാർട്ടിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നതും ഞാനും കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണല്ലോ അത്ര ഒരു തീരുമാനം എടുത്തത്. പിന്നെ അത് വ്യക്തിപരമായി എപ്പോഴും നിങ്ങളത് ഐസൊലേറ്റ് ചെയ്തിട്ട് പാർട്ടി എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ടോ അതോ അല്ലെങ്കിൽ താങ്കൾ അതാണ് അതിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞത്. എന്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഞാനത് ആക്കാൻ വേണ്ടി കുറെ അധ്വാനിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ആ പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ അയാളും പാർട്ടിയും തീരുമാനിച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു. പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ എന്റെ വ്യക്തിപരമായ അടുപ്പക്കുറവ് പാർട്ടി ഏതെങ്കിലും തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? പാർട്ടി വേറെ ഒരു പാർട്ടിയും ചെയ്യാത്ത തരത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ സമാനമായ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇപ്പോ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന CPM എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ നിങ്ങൾക്കും പ്രയാസമാണ്. നിങ്ങൾക്കും ചോദ്യമല്ല, ഇപ്പുറത്തേക്ക് മാത്രമേ ചോദ്യമുള്ളൂ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BJP ജയിക്കേണ്ടത് BJPയുടെയോ സ്ഥാനാർത്ഥിയുടെയോ ആവശ്യമല്ലെന്നും അത് നാടിൻ്റെ ആവശ്യമാണെന്നും BJP സംസ്ഥാന വക്താവ് ശങ്കുട്ടി ദാസ് മണ്ണൂർ ചേരുംപാലയിൽ സംഘടിപ്പിച്ച BJP പഞ്ചായത്ത് തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളിയുടെ ഒരു പ്രശ്നം, മലയാളികളുടെ പൊതുവെയുള്ള വോട്ടിംഗ് ശൈലി എന്ന് പറയുന്നത് പോസിറ്റീവ് വോട്ടിംഗ് അല്ല. മലയാളിയുടെ പൊതുവെയുള്ള വോട്ടിംഗ് ശൈലി നെഗറ്റീവ് വോട്ടിംഗ് ആണ്. ആരെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യാറ്. നോക്കിയോ, ഒരു തവണ നമ്മൾ LDFനെ തെരഞ്ഞെടുത്തു. 5 വർഷം കൊണ്ട് നമ്മൾ LDFന്റെ ദുർഭരണം കൊണ്ട് അത്രയേറെ അവരെ മടുത്തിട്ടുണ്ടാവും, അവരെ അത്രയേറെ വെറുത്തിട്ടുണ്ടാവും. 5 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ മുന്നിലെ പ്രശ്നം എന്താ? നമ്മുടെ മുന്നിലെ പ്രശ്നം ഇവരുടെ ഭരണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും വേണ്ടില്ല, ഇവരെ കൊണ്ടുള്ള ദുർഭരണം അവസാനിപ്പിക്കണം. ഇനി ഒരു ദിവസം പോലും ഇവരെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആർക്കാ വോട്ട് ചെയ്യുക? LDFനെ തോൽപ്പിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് അപ്പോൾ UDFന് വോട്ട് ചെയ്യും. പ്രസിഡന്റ് CU സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കോങ്കര മണ്ഡലം സെക്രട്ടറി സുജിത് കുമാർ, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുഭാഷ് മങ്കര, മണ്ഡലം മഹിളാ മോർച്ച പ്രസിഡന്റ് സുപ്രിയ, B സരിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ഷാളിട്ട് ആദരിച്ചു. ജനറൽ സെക്രട്ടറി രാജേഷ് പുതിയത് സ്വാഗതവും പ്രമോദ് കുട്ടൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് നഗരപരിധിയിൽ കരുത്ത് തെളിയിച്ച് UDF റോഡ് ഷോ. നഗരഭരണം കയ്യെത്തും ദൂരത്തെന്ന് റോഡ് ഷോ ഫ്ലാഗ് ഓഫ് ചെയ്ത ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഷാഫി പറമ്പിൽ MP തന്നെയാണ് UDFന്റെ റോഡ് ഷോ നയിച്ചത്. റോഡ് ഷോ നഗരത്തിൽ ആവേശം വിതച്ചു. നഗരപരിധിയിലെ 53 വാർഡുകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ DJയുടെ അകമ്പടിയോടെ ജൈനിമേട്ടിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് പുറമെ മുസ്ലിം ലീഗ് പ്രവർത്തകരുൾപ്പെടെ ഘടകകക്ഷികളും റോഡ് ഷോയിൽ അണിനിരന്നു.
നഗരഭരണം കയ്യെത്തും ദൂരത്താണെന്നും കവർന്നെടുക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്നും നേരത്തെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച ഷാഫി പറമ്പിൽ MP പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, UDF ബ്ലോക്ക് കൺവീനർ സുധാകരൻ പ്ലാക്കാട്ട്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് B. ഗൗതമി, ലീഗ് നേതാക്കളായ നിസാർ, ബഷീർ, സുലൈമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. UDFന്റെ 53 സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവം ആലത്തൂരിൽ പുരോഗമിക്കുന്നു. 300-ലേറെ പോയിന്റുമായി BSS ഗുരുകുലം മുന്നേറ്റം തുടരുകയാണ്. കലോത്സവത്തിന്റെ ഭാഗമാകാൻ ബുധനാഴ്ച എത്തിയത് 4000-ഓളം പേരാണ്. 17 വേദികളിലായി മത്സരങ്ങൾ നടന്നു. രാവിലെ മുതൽ വേദി ഒന്നിൽ നടന്ന ദഫ്മുട്ടും അർബനമുട്ടും ആവേശകരമായി. ഗോത്രവിഭാഗത്തിന്റെ പണിയ നൃത്തവും മലപ്പുലയാട്ടവും കാഴ്ചയുടെ പ്രാചീനത വിളിച്ചോതി. കേരളത്തനിമ പകർത്തിയ കൂടിയാട്ടവും കഥകളിയും മികച്ച വേഷവും മികച്ച താളത്തോടെയും മികവിനു വേണ്ടി മത്സരിച്ചു. വളയിട്ട കൈകളുടെ താളങ്ങൾ BSS ഗുരുകുലത്തിലെ ഒപ്പനവേദിയിൽ പുതിയ കാഴ്ചകൾ സമ്മാനിച്ചു. കൂടിയാട്ടവും പൂരക്കളിയും 3-ാം നാളും കലോത്സവത്തിന്റെ ആവേശം മങ്ങാതെ കാത്തു. കാർമേഘങ്ങൾ കൂടി മഴയ്ക്കു വഴിയൊരുങ്ങിയെങ്കിലും കനത്ത മഴ പെയ്യാതിരുന്നതിനാൽ കൃത്യസമയത്ത് എല്ലാ സ്റ്റേജ് പരിപാടികളും നടന്നു. 300-ലേറെ പോയിന്റുമായി BSS ഗുരുകുലത്തിൻ്റെ മുന്നേറ്റമാണ് തുടരുന്നത്. മികച്ച സബ് ജില്ലകളിൽ ഗുരുകുലത്തിൻ്റെ കരുത്തിൽ ആലത്തൂർ തന്നെയാണ് ഒന്നാമത്. കലാകാഴ്ചകളുടെ പൂരത്തിന് വ്യാഴാഴ്ച കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാരണാസി വല്ലപ്പുഴ പാതയിലെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. കട്ട വിരിക്കുന്നതിന് മുന്നോടിയായി പാതയിലെ ലെവലിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. നേരത്തെ തകർച്ച നേരിട്ട പാതയിൽ ഗതാഗതം ദുസ്സഹമായിരുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ ഉൾപ്പെട്ട വാടനാംകുറിശി വല്ലപ്പുഴ റോഡ് ഏറെ മാസങ്ങളായി കുഴികൾ രൂപപ്പെട്ട് തകർച്ചയിലായിരുന്നു. 10-ാം വാർഡ് മെമ്പറായിരുന്ന പ്രിയ പ്രശാന്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇടപെടലിനെ തുടർന്ന് മുഹമ്മദ് മുസിൻ MLA പാതയുടെ നവീകരണത്തിനായി ഫണ്ട് അനുവദിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് തന്നെ പാതയുടെ നവീകരണത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നിരുന്നു. വാരണാകുശി ഭാഗത്തെ പ്രവേശന കവാടം മുതൽ മോഴോട്ടുചേരി അങ്കനവാടി വരെയുള്ള 275 മീറ്റർ ദൂരമാണ് നവീകരണം നടപ്പാക്കുന്നത്. പാത അടച്ചിട്ട് ടാർ പൊളിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നുവെങ്കിലും ഏതാനും ദിവസങ്ങൾ പ്രവൃത്തി നടന്നിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയും നടന്നിരുന്നു. പാതയിലെ കട്ട വിരിക്കുന്ന പ്രവൃത്തികൾക്ക് മുന്നോടിയായി ലെവലിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. മെറ്റലിംഗ് ലെവലിംഗ് പൂർത്തിയായാൽ ഉടൻ തന്നെ കട്ടവിരിക്കൽ ആരംഭിക്കും. 275 മീറ്റർ ദൂരമുള്ള പാതയിൽ 4.50 മീറ്റർ വീതിയിൽ കട്ടവിരിക്കലും ഇരുവശത്തും കോൺക്രീറ്റ് പ്രവൃത്തികളുമാണ് നടപ്പാക്കുക. മുഹമ്മദ് മുസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാത നവീകരണം. പ്രവൃത്തികൾ പൂർത്തിയായാൽ പാതയിലൂടെയുള്ള ഗതാഗതം സുഗമമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കെട്ടുകണക്കിന് PSC ചോദ്യപേപ്പറുകൾ പാതയോരത്തെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിൽ വിവിധ സെന്ററുകളിൽ നടന്ന PSC പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് കെട്ടുകളായി പുതുക്കാട് പാഴായി റോഡിലെ അരമന പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ നാട്ടുകാരാണ് റോഡിൽ കിടക്കുന്ന ചോദ്യപേപ്പറുകൾ കണ്ടത്. 2025 സെപ്റ്റംബറിൽ PSC നടത്തിയ വിവിധ തസ്തികകളിലേക്കുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് റോഡിൽ നിന്ന് കിട്ടിയത്. പരീക്ഷയ്ക്ക് ശേഷം ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ അതാത് PSC ജില്ലാ ഓഫീസുകളിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ ജില്ലയിലെ ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ കരാറുകാർക്ക് കൈമാറുകയാണ് രീതി. കരാറുകാർ ചോദ്യപേപ്പറുകൾ തിരുവനന്തപുരത്തുള്ള PSC ഓഫീസിൽ എത്തിക്കണം. ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിൽ നിന്ന് വീണു പോയതാകാമെന്നാണ് അധികൃതർ പറയുന്നത്. കളഞ്ഞുകിട്ടിയ ചോദ്യപേപ്പറുകൾ പുതുക്കാട് സ്റ്റേഷനിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചേലക്കര കിള്ളിമംഗലം ഉതുപ്പടിയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച വൻ അപകടം. അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. KSRTC ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ്. ബുധനാഴ്ച രാവിലെ 7:45 സംഭവം നടന്നത്.
മൂവാറ്റുപുഴയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന KSRTC ബസ്സും തിരുവല്ലാമലയിൽ നിന്ന് പോവുകയായിരുന്ന മനമേൽ എന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. കൂട്ടിയുടെ ആഘാതത്തിൽ KSRTC ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഡ്രൈവറെ പുറത്തിറക്കാൻ സാധിക്കാത്ത വിധം ക്യാബിനുള്ളിൽ കുടുങ്ങിയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. നാട്ടുകാരും ചേലക്കര പോലീസും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പരിക്കേറ്റവരെ ചെറിയ വാഹനങ്ങളിലാണ് തൊട്ടടുത്ത വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയത്. ഇവരിൽ KSRTC ഡ്രൈവറുടെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. കൊറ്റനെല്ലൂർ പട്ടേപ്പാടം സ്വദേശി മംഗലത്തെ വീട്ടിൽ 38 വയസ്സുള്ള ആസിഫയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 7:45 അവിട്ടത്തൂർ സ്കൂളിന് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കൊറ്റനെല്ലൂർ പട്ടേപ്പാടം സ്വദേശിനി മംഗലത്തറ വീട്ടിൽ 38 വയസ്സുള്ള ആസിഫയാണ് മരിച്ചത്. പട്ടേപ്പാടം ഭാഗത്തു നിന്ന് വന്നിരുന്ന ആസിഫ അവിട്ടത്തൂർ സ്കൂൾ കഴിഞ്ഞ ഇറക്കമിറങ്ങി വരികയായിരുന്നു. എതിരെ വന്നിരുന്ന തൃശൂർ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ഉടൻ തന്നെ പുല്ലൂർ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇസാഫ് ബാങ്കിന്റെ ചേർപ്പ് ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജരാണ് ആസിഫ. ആളൂർ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സിദ്ദിഖാണ് ആസിഫയുടെ ഭർത്താവ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുല്ലൂർ അവിട്ടത്തൂർ റൂട്ടിലെ സ്ഥിരം അപകട മേഖലയാണ് ഈ പ്രദേശം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര മുട്ടിക്കാട്ടിൽ റിജേഷിൻ്റെ റബ്ബർ പുരയും റബ്ബർ ഷീറ്റും കത്തിനശിച്ചു. 850ഓളം വരുന്ന റബ്ബർ ഷീറ്റുകളാണ് കത്തി ചാമ്പലായത്. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ബുധനാഴ്ച രാവിലെ 9:45 സംഭവം നടന്നത്. ബുധനാഴ്ച രാവിലെ 9:45 സംഭവം. വൻ സ്ഫോടനത്തിൽ പൊട്ടിത്തെറി കേട്ടതോടെ റിജേഷിന്റെ ഭാര്യ ഓടിയെത്തിയപ്പോഴാണ് റബ്ബർ പുര ആളിക്കത്തുന്നതായി കണ്ടത്. സ്ഫോടനത്തിൽ റബ്ബർ പുരയുടെ മേൽഷീറ്റുകൾ ഉയരത്തിൽ തെറിച്ചു വീണു. തൊട്ട് സമീപത്ത് റിജേഷും കുടുംബവും താമസിക്കുന്ന വീട്ടിലേക്കാണ് ഷീറ്റുകൾ തെറിച്ചത്. CITU തൊഴിലാളികളും നാട്ടുകാരും പാഞ്ഞെത്തിയാണ് സമീപത്തെ വീട്ടിലേക്ക് കടന്നുപിടിക്കാതെ തീയണച്ചത്. ഫയർഫോഴ്സിനെ വിവരം അറിയിച്ച് അവരെത്തിയെങ്കിലും റോഡ് വീതി കുറവായതിനാൽ ഫയർഫോഴ്സ് വാഹനം സമീപത്തെത്തിക്കാനായില്ല. ഫയർഫോഴ്സ് ജീവനക്കാരെത്തും മുൻപേ നാട്ടുകാർ തീയണച്ചു. അവശേഷിക്കുന്ന തീ ഫയർഫോഴ്സ് ജീവനക്കാരെത്തിയാണ് അണച്ചത്. പുകയ്ക്കായിട്ടിരുന്ന 850ഓളം ഷീറ്റുകൾ കത്തി നശിച്ചു. 1.5 ലക്ഷത്തോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വലിയ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത്. മുഴുവൻ തീ പിടിച്ചൊരവസ്ഥയിലായിരുന്നു. അതിൽ ഏകദേശം ഒരു 800 ഷീറ്റിൻ്റെ മേലെ ഉണ്ടാവും. ഏകദേശം ഒരു 3 ആഴ്ചയോളം ഉള്ള ഷീറ്റ് മൊത്തം. ഇന്നലെ അടിച്ച ഷീറ്റ് പോലും അതിൽ ഇന്ന് രാവിലെ കയറ്റിയതാണ്. അതിനുശേഷം തീ അങ്ങനെ പടർന്ന് മൊത്തം കത്തി ഷീറ്റും അതിൻ്റെ മേലെയുള്ള റൂഫടക്കം പൊട്ടിത്തെറിച്ച് ഒരു ഷീറ്റ് പോലും ഇല്ലാത്ത കത്തി നശിച്ചു. ഏകദേശം ഒരു 1.25 ലക്ഷം ഉൾപ്പെടെ മേലെ എന്തായാലും വരും. അത്രയും നാശനഷ്ടം ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് പിടിക്കാതെ രക്ഷപ്പെട്ടതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. എന്താ വെച്ചാൽ അവിടെ അടുത്തുള്ള എല്ലാ ചെക്കന്മാരും നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ യൂണിയൻകാരും എല്ലാവരും ഇടപെട്ട് അപ്പം തന്നെ വെള്ളമൊക്കെ കോരി ഒഴിച്ചുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സൗദിയിൽ മർച്ചന്റ് നേവിയിൽ ജോലി ശരിയാക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. കൊല്ലം വടമൺ തെക്കേക്കര തെക്കേതിൽ വീട്ടിൽ 27 വയസ്സുള്ള ആദർശിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മെയ് സെപ്റ്റംബർ മാസങ്ങളിലായി വാടാനംകുറിശി സ്വദേശിയുടെ 3,85,000 രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. ജോലി ശരിയാക്കി കൊടുക്കുകയോ പണം തിരികെ നൽകുകയോ ചെയ്യാതെ വന്നപ്പോഴാണ് യുവാവ് ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയത്. സമാനമായ സംഭവത്തിൽ ആദർശിനെതിരെ കണ്ണൂർ ആറളം പോലീസ് സ്റ്റേഷനിലും കേസുണ്ട്. വേറെയും പരാതികളുള്ളതായി പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ, ASI അബ്ദുൾ റഷീദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് ഖാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാർ തട്ടിക്കൊണ്ടുപോകുകയും 10,000 രൂപ കവരുകയും 50ഓളം കേസിലെ പ്രതിയും കാപ്പ ചുമത്തി നാടുകടത്തുകയും ചെയ്ത പ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ചെറുതുരുത്തി പാളയം കെട്ടുകാരൻ വീട്ടിൽ 42 വയസ്സുള്ള ഷെജിറാണ് പോലീസിൻ്റെ പിടിയിലായത്. ഈ കേസിലെ മറ്റ് പ്രതികളായ 3 പേരെ ചെറുതുരുത്തി പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. 17 ദിവസങ്ങൾക്ക് ശേഷം മാഹിയിൽ നിന്നും അതിസാഹസികമായാണ് പിടികൂടിയത്. ഈ കേസിലെ മറ്റു 3 പ്രതികളായ ഷാഫിൽ എന്ന പാപ്പി, വിഷ്ണുരാജ്, കുട്ടൻ എന്ന ഗോകുൽദാസ് എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. നവംബർ 15 കിള്ളിമംഗലം മണലാടി സ്വദേശി അബ്ദുൾ ഷംസാദിൻ്റെ കാർ വിൽക്കാനുണ്ടായെന്നറിഞ്ഞതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ രാത്രി
8 മണിയോടെ വെട്ടിക്കാട്ടിരിയുള്ള പെട്രോൾ പമ്പിന് സമീപം എത്താൻ പറയുകയും ഇദ്ദേഹം എത്തിയതോടെ ആദ്യം പിടികൂടിയ 3 പ്രതികൾ കാറിൽ കയറുകയും തുടർന്ന് കലാമണ്ഡലത്തിന് പിൻവശത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന 1-ാം പ്രതി ഷജീർ കത്തികാട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അബ്ദുൾ ഷംസാദിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന 10,000 രൂപ കവർന്നെടുക്കുകയും ചെയ്തു. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ ചേർന്ന് മാരകമായി ഷംസാദിനെ മർദ്ദിച്ചു. യുവാവിൻ്റെ മുഖത്തും നെഞ്ചത്തും വയറ്റിലും ഇടിച്ചു പരിക്കേൽപ്പിച്ചു. അടികൊണ്ട് നിലത്തു വീണ ഷംസാദിൻ്റെ കഴുത്തിൽ കൈമുട്ടുകൊണ്ട് ശക്തിയായി അമർത്തി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. മറ്റു പ്രതികൾ കാൽ പിടിച്ചുവെച്ച് മർദ്ദനത്തിന് കൂട്ടുനിന്നു. കഴുത്തിലമർത്തിയ പ്രവൃത്തി മരണം വരെ സംഭവിക്കാവുന്നത്ര ഗുരുതരമായിരുന്നു എന്നും പരാതിയിൽ പറയുന്നു. തുടർന്ന് പ്രതികൾ അബ്ദുൾ ഷംസാദിനെ വഴിയിൽ ഉപേക്ഷിച്ച് കാറുമായി പോവുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ കാർ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ വി വിനുവിൻ്റെ നേതൃത്വത്തിലുള്ള സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ, ഗിരീഷ്, ജയകൃഷ്ണൻ, ഡ്രൈവർ പ്രമോദ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വടക്കാഞ്ചേരി കോടതിയിലാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ദിനാചരണം ആഘോഷമാക്കി മാറ്റി. നിള ബോട്ട് ക്ലബ്ബിൽ പാട്ടും കളിയുമായി നടന്ന കുടുംബസംഗമം വേറിട്ട അനുഭവമായി. നേരത്തെ ഷൊർണൂരിൽ സംഘടിപ്പിച്ച മാരത്തോൺ ഷൊർണൂർ പോലീസ് CI വി രവികുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. വ്യത്യസ്ത പരിപാടികളോടുകൂടിയായിരുന്നു ഇത്തവണ ഷൊർണൂർ BRCയുടെ ഭിന്നശേഷി ദിനാചരണം. പാട്ടും ചിരിയും കളിയുമായി നടന്ന കുടുംബസംഗമം വേറിട്ട അനുഭവമായി. ഷൊർണൂർ ചെറുതുരുത്തി പുഴയോരത്തെ നിള ബോട്ട് ക്ലബ്ബിലായിരുന്നു കുടുംബസംഗമം ഒരുക്കിയത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് KB ജൂബി സംഗമം ഉദ്ഘാടനം ചെയ്തു. തെങ്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ T ബലരാമൻ മുഖ്യാതിഥിയായിരുന്നു. അതും 65% പാസ്സാകാൻ പറ്റി. അതൊക്കെ ശരിക്കും ആളുകളുടെ സഹായം, ദൈവത്തിൻ്റെ അനുഗ്രഹം. അന്നൊക്കെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബ്രെയിൽ തന്നെ നോട്ട് എഴുതി ടെക്സ്റ്റ് ബുക്കൊന്നും നമുക്ക് ഇതേപോലെ ഇന്നത്തെ പോലെ ഞങ്ങളുടെ ലിപിയിൽ കിട്ടാനില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളത് പകർത്തി. അതുപോലെ സ്കൂളിലെ ടീച്ചേഴ്സ് അന്ന് ഇതേപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ട്രെയിൻഡ് ടീച്ചേഴ്സും ഇല്ല. പക്ഷെ നമ്മുടെ അധ്യാപകർ വളരെ ഭംഗിയായിട്ട് തന്നെ ക്ലാസ് എടുത്തു വരുമായിരുന്നു. ഷൊർണൂർ BPC M ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജിഷ, അബ്ദുൾ ജബ്ബാർ, P ശശികുമാർ, സ്വാതി മോഹനൻ, ശ്രീരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രരചന മത്സരത്തിൽ വിജയികളായ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. മധുര വിതരണവും ഉണ്ടായിരുന്നു. തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ പാട്ട്, ഡാൻസ് എന്നിവ ആസ്വാദകർക്ക് നവ്യാനുഭൂതിയായി. പൊന്നോളം വന്നല്ലോ, അത്തം വന്ന് പിടന്നല്ലോ, നീരരുത് പോവരുത്. ठुमक ठुमक जब हिट जाए तू पहाड़ी पटोमा, छम छम पायल घुंघरू बजन त्यार खुटमा, ठुमक ठुमक जब हिट जाए तू पहाड़ी पटोमा, छम छम पायल घुंघरू बजन त्यार खुटमा, लाल त्यार कंगन हाथ में चूड़ी छनहरा, लाल त्यार कंगन हाथ में चूड़ी छनहरा. ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും BRC അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്ത മണിക്കൂറുകളോളം നീണ്ടുനിന്ന കുടുംബസംഗമം അവർക്ക് പുതിയ അനുഭവമായി. ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് നേരത്തെ 9 മണിയോടെ ഷൊർണൂരിൽ നിന്ന് മാരത്തോൺ സംഘടിപ്പിച്ചിരുന്നു. ഷൊർണൂർ പോലീസ് CI വി രവികുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. സാധിച്ചതിലും ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യവും സന്തോഷം അറിയിക്കുന്നു. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും, ഇത് പങ്കെടുത്ത ഓരോ ആളുകൾക്കും, നടത്തിപ്പുകാർക്കും എല്ലാവർക്കും ഷൊർണൂർ പോലീസിൻ്റെ സ്നേഹവും ആദരവും അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള ആചരണങ്ങൾ ഭിന്നശേഷിക്കാരെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരാനുള്ള അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബോക്സിംഗിൽ വിന്നറായ ഫാത്തിമ അമ്നയെ ചടങ്ങിൽ CI ഉപഹാരം നൽകി ആദരിച്ചു. BPC ബിന്ദു സംസാരിച്ചു. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഷൊർണൂർ KVR ഹൈസ്കൂൾ, ഷൊർണൂർ ടെക്നിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ, ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളാണ് മാരത്തോണിൽ പങ്കെടുത്തത്. മാരത്തോൺ പിന്നീട്
ചെറുതുരുത്തി പാലത്തിന് അപ്പുറത്ത് സമാപിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലോക ഭിന്നശേഷി ദിനത്തിൽ കോട്ടായി കിഴത്തൂർ ALP സ്കൂളിൽ ഭിന്നശേഷി ദിനം ആചരിച്ചു. പ്രധാനാധ്യാപകൻ സുബൈർ ഉദ്ഘാടനം ചെയ്തു. കൂടെയുണ്ട് ഞങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കീഴത്തൂർ ALP സ്കൂളിൽ ലോക ഭിന്നശേഷി ദിനാചരണം ആചരിച്ചത്. പ്രധാന അധ്യാപകൻ സുബൈർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുഴൽമന്ദം BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീതു ടീച്ചർ റാലിക്ക് നേതൃത്വം നൽകി. സ്കൂളിലെ അധ്യാപകരായ ഷിഫ, ജസ്ന, സൂര്യ, മുഹമ്മദ് ജസീം, ജുനൈദ്, ഇൻസുല, സുജാത, സന്ധ്യ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് നിർത്തുമ്പോഴാണ് സമൂഹം പുരോഗമനപരമാകുന്നതെന്ന് സിനി ആർട്ടിസ്റ്റ് ചാന്ദിനി. പാലക്കാട് SSA, BRC എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ഭിന്നശേഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചാന്ദിനി. സാധാരണ ജീവിതം നയിക്കുന്നവരെക്കാൾ കഴിവുള്ളവരാണ് ഭിന്നശേഷിക്കാരെന്നും ചാന്ദിനി ചൂണ്ടിക്കാട്ടി. ഞാൻ ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഈ രക്ഷിതാക്കൾക്കും ടീച്ചർമാർക്കും അവരെല്ലാം കാണുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. BRC BPC MR ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ഷാജു, രമേശ് പാറപ്പുറം, MR മഹേഷ് കുമാർ, വെൽഫെയർ ഓഫീസർ ഹരിശങ്കർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് രാധാകൃഷ്ണൻ, DTPC സെക്രട്ടറി സിൽബർട്ട് ജോസ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ R സുനിത, ട്രെയിനർ V രമ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു. വലിയ സന്തോഷം. ഏറ്റവും കഴിവുള്ള കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഉദാഹരണമായി സ്വാഗതഗാനത്തിലെ കുഞ്ഞ് അദ്വൈത് പാടിയ പാട്ട് ഇതൊരു മിടുക്കനായിട്ടാണ് അദ്ദേഹം പാടിയത്. ഏറ്റവും വലിയൊരു കൈയടി ആ കുഞ്ഞിനാണ് ആദ്യം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ, ഏറ്റവും ആത്മാർത്ഥതയുള്ള കുഞ്ഞുങ്ങൾ ഇവരാണ്. പണ്ടാരോ പറഞ്ഞ പോലെ കപടം ഈ ലോകത്ത് ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതടൻ പരാജയം എന്ന് നമ്മൾ സാധാരണക്കാർ പറയും. വിളംബരജാഥ, ഫ്ലാഷ് മോബ്, സ്പെഷ്യൽ അസംബ്ലി, ബിഗ് സ്ക്രീൻ എന്നിവയും ക്വിസ്, പോസ്റ്റർ, ചിത്രരചന തുടങ്ങിയ മത്സരങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര കാളിക്കാവ് ശ്മശാനം അടച്ചുപൂട്ടിയതോടെ ശ്മശാനം നാഥനില്ലാത്ത സ്ഥിതിയിലായി. കഴിഞ്ഞ ദിവസമാണ് ശ്മശാനം നടത്തിപ്പുകാരൻ ശ്മശാനം പൂട്ടി താക്കോൽ സെക്രട്ടറിക്ക് കൈമാറിയത്. ഇതൊന്നും അറിയാതെ മൃതദേഹം എത്തിക്കുന്നവരാണ് ഏറെ വലയുക. ഈ ഭരണസമിതിയുടെ കാലാവധി വരെ മാത്രമേ താൻ ഇവിടെ ചുമതലയേൽക്കുകയുള്ളൂ എന്നാണ് നടത്തിപ്പുകാരൻ മുൻപ് അറിയിച്ചതെന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണം. അതാണ് കരാറുകാരൻ ശ്മശാനം അടച്ച താക്കോൽ കൈമാറിയെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത്. അല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും തനിക്കില്ലെന്നും സെക്രട്ടറി പറഞ്ഞു. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും സെക്രട്ടറി ഔദ്യോഗികമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിട്ടില്ലെന്നാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അച്യുതൻകുട്ടി പറയുന്നത്. ഇക്കാര്യം പഞ്ചായത്ത് പ്രസിഡന്റോ ഭരണസമിതിയോ അറിയില്ലെന്നും അറിഞ്ഞിരുന്നാൽ പകരം എന്തെങ്കിലും സൗകര്യം ഒരുക്കിയിരുന്നെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസും പറഞ്ഞു. വാതക ശ്മശാനം ഈ ഭരണസമിതിയുടെ കാലത്താണ് പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞത്. ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കിയ ആ വാതക ശ്മശാനം ഇന്ന് പൂട്ടിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. പഞ്ചായത്തിന്റെ നിലവിലെ കെയർടേക്കറായ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇക്കാര്യം എന്നെ അറിയിക്കുകയുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സാധാരണക്കാരന് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ആ വാതക ശ്മശാനം അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കുന്നതിന് സെക്രട്ടറി മുൻകൈ എടുക്കണം. കാരണം സെക്രട്ടറി എന്ന നിലയ്ക്ക് അവരാണ് ആ വാതക ശ്മശാനം പൂട്ടിയിരിക്കുന്നത്. ഭരണസമിതിയിലെ അംഗങ്ങളെയോ പ്രസിഡന്റിനെയോ ഈ കാര്യം അറിയിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഞാൻ പൊതുജനങ്ങളെ അറിയിക്കുകയാണ്. ഈ കാര്യത്തിൽ സെക്രട്ടറി ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് എടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കാത്ത നടപടി തെറ്റാണെന്നും ഇതിന് പരിഹാരം കാണേണ്ടതായിരുന്നുവെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അച്യുതൻകുട്ടി സെക്രട്ടറിയെ നേരിൽ കണ്ട് പരാതിപ്പെട്ടു. ആരെങ്കിലും മരണപ്പെട്ട് ബോഡി ശ്മശാനത്തിലെത്തിയാൽ പ്രശ്നം ഗുരുതരമാകുമെന്നും നേതാക്കൾ സെക്രട്ടറിയെ ധരിപ്പിച്ചു. ഉടൻ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും അച്യുതൻകുട്ടി ആവശ്യപ്പെട്ടു. ഇക്കാര്യം സൂചിപ്പിച്ച് പരിഹാരത്തിനായി ജില്ലാ കലക്ടർക്ക് പരാതി നൽകുമെന്നും അച്യുതൻകുട്ടി അറിയിച്ചു. അടച്ചുപൂട്ടിയ വിവരം തനിക്കറിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസും കൂട്ടിച്ചേർത്തു. ഇത് ബന്ധപ്പെട്ട അധികാരികളെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ ഭരണസമിതിയെയോ അറിയിക്കാതെ രാഷ്ട്രീയ പ്രേരിതമായി ഈ സ്ഥാപനത്തെ താറടിച്ചു കാണിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കാലത്തെ ഒരു അടവു നയം എന്ന് തന്നെ പറയാം. സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായ നിലപാട്, അതായത് സെക്രട്ടറിയുടെ ധിക്കാരപരമായ ആരെയും അറിയിക്കാതെ തന്നിഷ്ടം കാണിച്ച ഈ നിലപാടിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു.
ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ആയുർവേദത്തെക്കുറിച്ച് അറിയാൻ എന്ന വിഷയത്തിൽ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കായി ക്ലാസ് സംഘടിപ്പിച്ചു. ഷൊർണൂർ ജനമൈത്രി പോലീസും ഷൊർണൂർ ജീവനം ആയുർവേദ ചികിത്സാ കേന്ദ്രവും സംയുക്തമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ആയുർവേദത്തെ അറിയാൻ എന്ന വിഷയത്തിലായിരുന്നു ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കായി ക്ലാസ് സംഘടിപ്പിച്ചത്. ഡോക്ടർ രേഷ്മ ക്ലാസ് എടുത്തു. ഇത് നമ്മൾ രാത്രി 10-11 മണിക്ക് കഴിച്ചിട്ട് പിന്നെ കയറി കിടന്ന് ഉറങ്ങിയാൽ ഇതിന് ലോഡ് കൂടുക. നമ്മുടെ ഹാർട്ടിന് നമ്മുടെ ആന്തരിക കാര്യങ്ങളിലൊക്കെ ലോഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അസുഖങ്ങൾക്കുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7-8 മണിക്കുള്ളിൽ നിങ്ങൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ കൂടെ ഒരു ചപ്പാത്തിയെങ്കിലും രാത്രി ലഘുവായിട്ടുള്ള ഭക്ഷണം മതി, അതൊരു 7-8 മണിക്കുള്ളിൽ കഴിക്കാൻ നോക്കും. അപ്പോൾ ഈ കുടവയറൊന്നും ചാടില്ല. പകലെന്തായാലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പകലുറക്കം ഉണ്ടാവില്ലല്ലോ. പക്ഷെ രാത്രി ഉറങ്ങണേനും കാട്ടി ഒരു 8 മണിക്കുള്ളിൽ നിങ്ങളുടെ രാത്രിത്തെ ഭക്ഷണം കംപ്ലീറ്റ് ചെയ്യും. ഷൊർണൂർ ജനമൈത്രി പോലീസും ഷൊർണൂർ ജീവനം ആയുർവേദ ചികിത്സാ കേന്ദ്രവും സംയുക്തമായാണ് ഇത്തരമൊരു ക്ലാസ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ SHO രവികുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജനമൈത്രി ബീറ്റ് ഓഫീസറും സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ ബിനു രാമചന്ദ്രൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മങ്കര കല്ലൂരിൽ കൂർക്ക കൃഷി വിളവെടുപ്പ് തുടങ്ങി. കല്ലൂർ അരങ്ങാട്ട് പാടശേഖരത്തിലെ 40ഓളം കർഷകരാണ് നെൽപ്പാടത്തിൽ കൂർക്ക കൃഷി ചെയ്തിരിക്കുന്നത്. ഈ വർഷം കൂർക്കയ്ക്ക് പൊതുവിപണിയിൽ വില കുറവാണെന്നാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ വർഷം 45 രൂപ വില കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ കിലോവിന് 34 രൂപയാണ് വില. കാട്ടുപന്നി ശല്യം, പ്രതികൂല കാലാവസ്ഥ എന്നിവ കാരണമാണ് മേഖലയിലെ ചെറുകിട കർഷകരെല്ലാം കൂർക്ക കൃഷിയിലേക്ക് ചേക്കേറിയത്. നീർവാർച്ചയ്ക്കായി 2 അടി ഉയരത്തിൽ ഏരിയകളാക്കിയാണ് കൂർക്ക തല നടുന്നത്. സാധാരണയായി ജൂൺ മാസത്തിൽ ഇല നടാൻ തുടങ്ങും. ഇല നട്ടാൽ 4 മാസം കൊണ്ട് വിളവെടുപ്പ് നടത്തും. നിധി, ശ്രീധര, സുഫല എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കല്ലൂർ അരങ്ങാട് പാടശേഖരത്തിൽ മാത്രം ഏകദേശം 100ഓളം വരുന്ന ഏക്കറിൽ കൂർക്ക കൃഷി ചെയ്യുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ കൃഷി ചെയ്യുന്ന കൂർക്കയ്ക്കാണത്രേ രുചി കൂടുതൽ. പാലക്കാടൻ കൂർക്ക മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഗൾഫുകളിലേക്കും വിറ്റയക്കാനായി കയറ്റിപ്പോകുന്നുണ്ട്. ഇവിടെ നിന്ന് തൃശൂർ, എറണാകുളം മാർക്കറ്റിലേക്കാണ് കൂർക്ക കയറ്റിപ്പോകുന്നത്. ദീർഘനാൾ കേടുവരാതെ സൂക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂർക്ക കൃഷിയിൽ കാട്ടുപന്നി ശല്യം കുറവാണ്. കർഷകരായ പനഞ്ചിക്കൽ ബഷീർ, അഹമ്മദ്, KK റഹ്മാൻ, AS സിദ്ദിഖ്, സൈദലവി, നാസർ എന്നിവർ പറഞ്ഞു. 2ാം വിളയായി നെൽകൃഷിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 100ഓളം ഏക്കർ കൂർക്ക കൃഷിയാണ്. കംപ്ലീറ്റ് ഇവിടെ കല്ലൂരിൽ നിന്നാണ് കംപ്ലീറ്റ് പോകുന്നത്. ഇവിടെ വൈകുന്നേരത്ത് വന്ന വണ്ടികൾ ഇപ്പോഴും കാണാം. അപ്പോൾ ഇക്കുറി വലിയ കുഴപ്പമില്ലാന്ന് പറയാം. ഞങ്ങളിപ്പോൾ ഒരു 50 സെൻറ്റ് വെച്ചിട്ടുള്ളൂ. ഏതാ കംപ്ലീറ്റ് കുറേ. അപ്പോൾ ഇക്കുറി മഴ കൂടുതലായതുകൊണ്ട് വല്ലാണ്ട് വലുപ്പമില്ല. വലിയ വലുപ്പമില്ല. എത്ര എങ്ങനെയാണ് ഇതിൻ്റെ തൂക്കത്തിൽ? 34 രൂപയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് 34 രൂപ കിട്ടും. നമ്മുടെ കയ്യിൽ കിട്ടും. ആരാ വരുന്നത് വാങ്ങിക്കാൻ? പട്ടാഭിക്കാർ. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. തൃശൂർ എറണാകുളം പാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ലക്ഷങ്ങൾ മുടക്കിയ മുരിങ്ങൂർ ഡിവൈൻ നഗർ കൂട്ടുപാതയിലും പാലത്തിൻ്റെ ഇരുവശങ്ങളിലെ സർവീസ് റോഡിലും കനത്ത വെള്ളക്കെട്ടുണ്ടായതാണ് ഗതാഗത പ്രതിസന്ധിയിലായത്. ബുധനാഴ്ച രാവിലെ പെയ്ത മഴയിലാണ് മുരിങ്ങൂർ അടിപ്പാതയിൽ വെള്ളക്കെട്ടുണ്ടായത്. ഇതോടെ വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമായി. ചാലക്കുടി പാലം വരെ ഗതാഗതക്കുരുക്ക് നീണ്ടു. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. അടിപ്പാതയിലും സർവീസ് റോഡിലും വരുന്ന വെള്ളം ചാലക്കുടി പുഴയിൽ ചെല്ലുന്ന രീതിയിൽ വലിയ കാനകീറി വലിയ പൈപ്പുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് മാത്രം പരിഹാരമായിട്ടില്ല. മഴ ശക്തമാകുമ്പോൾ ഇരുചക്രവാഹനങ്ങളും മറ്റും ഇതിലെ പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ദേശീയപാതയിലെ കാനകളുടെ അശാസ്ത്രീയമായ നിർമ്മാണവും കാനകൾ വൃത്തിയാക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം. ന്യൂസ് ബ്യൂറോ തൃശൂർ. എ ഹോം ഓഫ് യുവർ ഓൺ പദ്ധതി പ്രകാരം ചന്ദ്രമ മാധവൻ നായർ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ 2ാം ഘട്ടത്തിൽ പണി പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനം ഈസ്റ്റ് മനശ്ശേരിയിൽ വെച്ച് നടന്നു. 3ാം ഘട്ടത്തിലെ വീടുകളുടെ സമ്മതപത്രം ചടങ്ങിൽ വിതരണം ചെയ്തു. ഈസ്റ്റ് മനശ്ശേരി കൈലാസം ഹൗസ് ക്ലബ്ബിലായിരുന്നു പരിപാടി. നടനും സംവിധായകനുമായ രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ഒരുത്തം വന്ന് നമ്മളോട് നന്നായിട്ട് പെരുമാറിയാൽ ഇവരെന്തിനാണ് എന്നോട് നന്നായിട്ട് പെരുമാറുന്നത്? അപ്പൊ ഇവരെന്തോ ഉദ്ദേശമുണ്ട്, ഇവന് കടം ചോദിക്കാനുള്ള പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവൻ എന്നോട് നന്നായിട്ട് പെരുമാറേണ്ട കാര്യം എന്താ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ നന്മ സംശയിച്ചു തുടങ്ങുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പണവും പണമിടപാടുകളും ലക്ഷക്കണക്കിന് രൂപയും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ ബാങ്ക്. നിങ്ങൾ ബാങ്കിൽ പോയി നോക്കണം.
2 രൂപയുടെ പേന അവിടെ ടോയ്നൂരിട്ട് കെട്ടിവെച്ചിട്ടുണ്ടാവും. കാരണം ബാങ്കിൽ ഇരിക്കണമെന്നറിയാം ഈ പേന ആൾക്കാർ എടുത്തോണ്ട് പോകുന്നു. വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ചെങ്ങലയ്ക്ക് അടുത്തുള്ള ജനലിനോട് കെട്ടിവെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ബാങ്കിൽ. ട്രെയിനിൽ യാത്ര ചെയ്താൽ അവിടെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന കപ്പ് ചെങ്ങലിട്ട് കെട്ടിവെച്ചേക്കുകയാണ്. കാരണം അത് ആൾക്കാർ എടുത്തോണ്ട് പോകും. CMN ട്രസ്റ്റ് ചെയർമാൻ യു പമ്പാവാസൻ നായർ അധ്യക്ഷത വഹിച്ചു. 3ാം ഘട്ടത്തിൽ 14 ഗുണഭോക്താക്കൾക്കുള്ള സമ്മതപത്രം വിതരണം ചെയ്തു. ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ, കവി അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, സന്തോഷ് കയറാട്ട് എന്നിവർ സംസാരിച്ചു. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ പ്രമുഖ സംരംഭകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ പമ്പാവാസൻ നായർ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ CMN ട്രസ്റ്റ് അതിൻ്റെ ദശാബ്ദി വേളയിൽ അർഹരായ 50 പേർക്ക് വീട് എന്ന മഹത്തായ പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. 2 ഘട്ടങ്ങളിലായി 20 വീടുകൾ ഇതിനോടകം പൂർത്തിയാക്കി. മാതാപിതാക്കളുടെ സ്മരണ നിലനിർത്തുന്നതിനൊപ്പം അവർ പകർന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിക്കുകയാണ് ഈ പ്രവൃത്തിയിലൂടെ ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായരുടെ ലക്ഷ്യം. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് 2025 ഡോക്ടർ മംഗളം സ്വാമിനാഥൻ പ്രവാസി ഭാരതീയ എക്സലൻസ് നാഷണൽ അവാർഡ് പമ്പാവാസൻ നായർക്ക് ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റിട്ടയർഡ് അധ്യാപിക പഠിപ്പിക്കും മൈക്രോ ഗ്രീൻ ഭക്ഷണത്തിൻ്റെ ആവശ്യശീലങ്ങൾ. സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മൈക്രോ ഗ്രീൻ 10 മുതൽ 20 ഗ്രാം വരെ ഒരു ദിവസം കഴിച്ചാൽ ഒരു ദിവസത്തേക്ക് വേണ്ട പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ലഭിക്കുമെന്നാണ് ചെറുതുരുത്തി പുതുശ്ശേരി അരുണമയിൽ റിട്ടയർഡ് അധ്യാപിക D രമാദേവി നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളോളം അക്ഷരം പകർന്നു നൽകിയ അധ്യാപിക ഇന്ന് വിരമിച്ചിട്ടും സമൂഹത്തിന് ഒട്ടേറെ നല്ല ഭക്ഷണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന തിരക്കിലാണ്. തൃശൂർ ചെറുതുരുത്തി പുതുശ്ശേരി അരുണിമയിൽ D രമാദേവി 4 വർഷം മുമ്പ് അധ്യാപികയായി വിരമിച്ച ശേഷം വിശ്രമജീവിതം മാത്രമായി ഒതുക്കാതെ കൃഷിയിൽ താൽപ്പര്യമുള്ളതിനാൽ ഈ രംഗത്തേക്ക് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. UK-യിൽ മകൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ നിന്നാണ് ഭക്ഷണത്തിൻ്റെ ഉന്നത പോഷകങ്ങൾ അടങ്ങിയ മൈക്രോ ഗ്രീൻ ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് പഠിച്ചത്. സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മൈക്രോ ഗ്രീൻ ചെറിയ അളവിൽ കഴിക്കുന്നത് തന്നെ ജീവിതശൈലി രോഗങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് മനസ്സിലാക്കിയ ഈ അധ്യാപിക ഇത് സമൂഹത്തെയും പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ പോയി പഠനം നടത്തി. വീട്ടിൽ തന്നെ ഒരു മൈക്രോ ഗ്രീൻ ഫാം നിർമ്മിച്ചു. നല്ല രീതിയിൽ വിളവെടുക്കുന്ന ഫാം ഇന്ന് 100 മേനി വിജയക്കുതിപ്പിലാണ്. സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മൈക്രോ ഗ്രീൻ 10 മുതൽ 20 ഗ്രാം വരെ ഒരു ദിവസം കഴിച്ചാൽ ഒരു ദിവസത്തേക്ക് വേണ്ട പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ലഭിക്കും. കൂടാതെ വിറ്റമിനുകളുടെയും മിനറലുകളുടെയും ഫൈബറിൻ്റെയും കലവറ തന്നെയാണ് മൈക്രോ ഗ്രീൻ. പല്ലുകളുടെയും എല്ലുകളുടെയും ബലത്തിൻ്റെയും കണ്ണിൻ്റെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിൻ്റെയും നീർക്കെട്ടിനെ തടയാനും ഹൃദ്രോഗങ്ങളെയും ക്യാൻസറിനെയും ചെറുക്കാനും വെയ്റ്റ് ലോസിനും നമ്മെ സഹായിക്കുമെന്നതാണ് മൈക്രോ ഗ്രീൻ ഇലക്കറികൾ. ഗർഭിണികൾക്കും ഇത് കഴിക്കാവുന്നതും നല്ല ആൻറ്റി ഏജിംഗ് ഏജൻറ്റുമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. സലാഡുകളിൽ ചേർത്ത് പച്ചയ്ക്ക് മാത്രമേ കഴിക്കുന്ന മൈക്രോ ഗ്രീൻ ഇലകളുടെ വിവിധ ഇനങ്ങളായ റാഡിഷ് വെള്ള, പർപ്പിൾ പിങ്ക്, അമേരിക്കൻ യെല്ലോ, മസ്റ്റാർഡ് പോച്ച തുടങ്ങി 12 ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പ്രത്യേക താപനിലയിൽ വെളിച്ചത്തിൻ്റെ ക്രമീകരണം മറ്റും നൽകി ജൈവിക രീതിയിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. എല്ലാവിധ വിറ്റാമിനുകളും മിനറലുകളും പ്രോട്ടീനുകളും അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുള്ള ഭക്ഷണം യാതൊരു വിഷവും ഇല്ലാതെ ഏറ്റവും മിനിമം ലെവലിൽ ആളുകൾക്ക് കിട്ടുന്ന ഒരു സാധനം എന്നുള്ള നിലയിലാണ് മൈക്രോ ഗ്രീൻ കൃഷിയിലേക്ക് ഞാൻ തിരിഞ്ഞത്. ഭർത്താവ് വേണുഗോപാൽ, മകൻ അരുൺ, മകൾ അധ്യാപികയായ ആതിര എന്നിവരെല്ലാം പിന്തുണയുമായി ഈ മാതൃകാ അധ്യാപികയ്ക്ക് ഒപ്പമുണ്ട്. കൃഷിക്ക് പ്രത്യേക മുറിയും പരിചരണവും വേണം. ഇലക്കറികളുടെ വിത്തുകൾ നിശ്ചിത ദിവസം മുളപ്പിച്ചെടുത്ത് ഉപയോഗിക്കുന്ന കൃഷിരീതിയായ മൈക്രോ ഗ്രീൻ ഫാമിന് നല്ല തയ്യാറെടുപ്പുകൾ വേണം. കൃത്രിമമായ വെളിച്ചവും താപനിലയും നിയന്ത്രിത വായുസഞ്ചാരവുമുള്ള വൃത്തിയുള്ള മുറികൾ വേണം. പ്രത്യേക ട്രേകളിൽ ഈർപ്പം നൽകുന്ന തരത്തിൽ വിത്തുകൾ വിതറി ഇവ അടച്ചു തട്ടുകളിൽ സജ്ജീകരിക്കും. ദിവസങ്ങൾക്കുള്ളിൽ ഇവ മുളച്ചു പൊന്തും. നിശ്ചിത വളർച്ചയെത്തുമ്പോൾ ഇവ മുറിച്ചെടുത്ത് പാക്ക് ചെയ്ത് ആവശ്യക്കാർക്ക് എത്തിക്കും. വിത്ത് മുളച്ചു വന്നതിനാൽ ഇതിൽ പോഷകങ്ങളുടെ അളവ് സാധാരണ ഇലകളെക്കാൾ കൂടുതലായിരിക്കും. നിരന്തരം പരിചരണവും സൂക്ഷ്മതയും പുലർത്തേണ്ട കൃഷിയാണിത്. കൃത്യമായി വിത്തുകൾ പാകാനും വിളവെടുക്കാനും ഏറെ ശ്രദ്ധിക്കണം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. IIME സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടമുയർത്തി ICS ഒറ്റപ്പാലം. ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 14 കാറ്റഗറിയിലാണ് ഒറ്റപ്പാലം ജേതാക്കളായത്. വിജയികളെ വിദ്യാലയത്തിൽ അനുമോദിച്ചു. എത്ര ഇരട്ടിയാണ് ഇതിൻ്റെ സന്തോഷം, ആനന്ദം എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു സാഹചര്യമാണ്. സംസ്ഥാന തലത്തിൽ തന്നെ നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റവും മികച്ച ഒരു വിജയം നേടി വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ പ്രത്യേകമായി ഹൃദയം തുറന്ന്
അഭിനന്ദിക്കുവാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അവർക്ക് വേണ്ടി അധ്വാനിച്ച മുഴുവൻ അധ്യാപകരെയും, പ്രത്യേകിച്ച് കായിക അധ്യാപകനെയും അതേപോലെ തന്നെ പ്രിൻസിപ്പളെയും ഒക്കെ പ്രത്യേകമായി സന്തോഷങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. 300-ലധികം പ്രൈവറ്റ് സ്കൂളുകളുടെ കൂട്ടായ്മയായ IAME 8 റീജിയനുകളിൽ നടത്തിയ മത്സരങ്ങളിൽ വിജയികളായ സ്കൂൾ ടീമുകളാണ് മലപ്പുറം മേൽമുറിയിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്തത്. റീജിയണൽ സ്റ്റേറ്റ് തലങ്ങളിൽ ഒരു കളിയിലും തോൽവിയറിയാതെയുള്ള ചരിത്ര വിജയമാണ് ICS ടീം നേടിയത്. കഴിഞ്ഞ വർഷങ്ങളിലെ ചാമ്പ്യന്മാരായ സ്കൂളുകളോട് ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഏറ്റുമുട്ടിയാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. സ്കൂളിലെ മുഹമ്മദ് റിഷാൻ ബെസ്റ്റ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ICS Under-17 ടീം പാലക്കാട് റീജിയണൽ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പുമായി. സ്കൂളിൽ ഏർപ്പെടുത്തിയ സ്വീകരണ ചടങ്ങിൽ ഒറ്റപ്പാലം സബ് ഇൻസ്പെക്ടർ സഞ്ജയ് ടീം അംഗങ്ങളെ അനുമോദിച്ചു. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ മുസ്തഫ ഇർഫാനെ, ജനറൽ മാനേജർ അബ്ദുറഷീദ് അഷ്റഫി, സ്കൂൾ മാനേജർ ഉമർ ഓങ്ങലൂർ, വൈസ് പ്രസിഡന്റ് മുസ്തഫ ഹാജി, അഡ്മിനിസ്ട്രേറ്റർ വീരാൻകുട്ടി, PTA പ്രസിഡന്റ് മുഹമ്മദ് റിനീഷ്, കായികാധ്യാപകൻ വിവേക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇനി മാറ്റിലി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു തരത്തിലും സംരക്ഷിക്കില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുമ്പോഴും ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാകുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? മാറ്റിലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. കോൺഗ്രസ് ന്യായീകരിക്കുകയാണ്. അയാൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. കർണാടകയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ സംരക്ഷണയിലാണ് രാഹുൽ മാങ്കൂട്ടൻ. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ശബരിമലയെ മറയാക്കിക്കൊണ്ട് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കത് തിരിച്ചടിയാവും. കേരളത്തിൽ അത് അനുഭവിക്കും. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ്സാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പാടാത്തൊരു അവസ്ഥയാണ്. പിന്നെ അദ്ദേഹം ഒളിവിലാണ്. പക്ഷേ അദ്ദേഹം എല്ലാ ഒളി മറ നീക്കി പുറത്തു വരണം എന്നാണ് എനിക്ക് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ കോൺഗ്രസ് വലിയ ഒരു പരാജയത്തിലേക്കാണ് പോകുന്നത്. ഇനി അതൊരു സംശയം വേണ്ട. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് പാർട്ടിയുടെ നടപടികൾ സമാനതകളില്ലാത്തതെന്ന് രമേശ് ചെന്നിത്തല. CPMൽ സമാനമായ ആരോപണങ്ങൾ നേരിട്ടവർക്ക് ലഭിച്ചത് പ്രമോഷൻ. രാഹുലിനെതിരായ കേസ് കോടതി പരിഗണനയിലാണെന്നും ഉചിതമായ തീരുമാനം കോൺഗ്രസ് സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. പരാതി വരുന്നതിന് മുമ്പ് പാർട്ടി നിലപാടെടുത്തു. തീവ്രത അളക്കാൻ കാത്തിരുന്നില്ല. കോൺഗ്രസിന്റെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്നും തന്റെ അടുപ്പവും അടുപ്പക്കുറവും തീരുമാനത്തെ ബാധിക്കില്ലെന്നും ഷാഫി പറമ്പിൽ. BJPയുടെ വിജയം നാടിന്റെ ആവശ്യമെന്ന് സംസ്ഥാന വക്താവ് ശങ്കുട്ടി ദാസ്. പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് സമഗ്രമായ വികസന കാഴ്ചപ്പാട്. ചെറുമ്പാലയിൽ BJP മണ്ണൂർ പഞ്ചായത്ത് കൺവെൻഷൻ. കരുത്ത് തെളിയിച്ച പാലക്കാട് നഗരസഭാ പരിധിയിൽ UDF റോഡ് ഷോ. നഗരപരിധിയിലെ 53 വാർഡുകളെയും ബന്ധിപ്പിച്ച് DJ അകമ്പടിയോടെ റോഡ് ഷോ ആരംഭിച്ചത് ജൈനിമേട്ടിൽ നിന്ന്. നഗരഭരണം കയ്യെത്തും ദൂരത്തെന്ന് ഷാഫി പറമ്പിൽ MP. കെട്ടുകണക്കിന് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ. കോഴിക്കോട് ജില്ലയിലെ വിവിധ സെന്ററുകളിൽ നടന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പുതുക്കാട് പാഴായി റോഡിലെ അരമന പാലത്തിനു സമീപം. ബാക്കി വന്ന ചോദ്യപേപ്പറുകൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിൽ നിന്ന് വീണു പോയതാകുമെന്ന നിഗമനം. ഭിന്നശേഷി ദിനാചരണം. PRCകളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. ഷൊർണൂരിൽ ആഘോഷമായി നില ബോട്ട് ക്ലബിൽ ഒരുക്കിയ കുടുംബസംഗമം. പാലക്കാട്ടെ SSIയുടെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ. എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുമ്പോഴാണ് സമൂഹം പുരോഗമനപരമാകുന്നതെന്ന് സിനി ആർട്ടിസ്റ്റ് ചാന്ദിനി. ചേലക്കര കിള്ളിമംഗലം ഉതുപ്പടിയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച നിരവധി യാത്രക്കാർക്ക് പരിക്ക്. അപകടം ബുധനാഴ്ച രാവിലെ. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. ആലത്തൂരിൽ കലയുടെ തെളിമഴ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തുടരുന്നു. ഗുരുകുലത്തിന്റെ ചിറകേറി ആലത്തൂർ ഉപജില്ലയുടെ മുന്നേറ്റം. കലോത്സവം ഒരു നാൾ കൂടി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.